അടുത്തതായിട്ട് നമ്മൾ പോയിന്റിനെക്കുറിച്ചും ലൈനിനെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. എന്താണ് പോയിന്റ് എന്നും എന്താണ് ലൈൻ എന്നുമൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് നമുക്ക് പോയിന്റിനെക്കുറിച്ച് മനസ്സിലാക്കാം. പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ഡോട്ടിനെയാണ് നമ്മൾ മാത്സിൽ പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ്? വളരെ ചെറിയ ഒരു ഡോട്ടാണ് പോയിന്റ്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു ചെറിയ ഡോട്ട് അടയാളപ്പെടുത്തുന്നു. നോക്കൂ, യെല്ലോ കളറിലുള്ള ഒരു ഡോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഈ ഒരു ഡോട്ടിനെയാണ് നമ്മൾ പോയിന്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഈ ഒരു ഡോട്ടാണിത് പോയിന്റ്. ഒരു പോയിന്റാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് ഞാൻ ബ്ലൂ കളറിലുള്ള മറ്റൊരു പോയിന്റ് അടയാളപ്പെടുത്തുന്നു. നോക്കൂ, ഇതും എന്താണ്? ഒരു പോയിന്റ് ആണ് അല്ലേ? ബ്ലൂ കളറിലുള്ള ഒരു പോയിന്റാണ് ഇത്. ഇനി അവസാനമായിട്ട് ഞാൻ റെഡ് കളറിലുള്ള മറ്റൊരു പോയിന്റ് കൂടെ അടയാളപ്പെടുത്തുന്നു. റെഡ് കളറിലുള്ള ഒരു പോയിന്റാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 3 കളേഴ്സിൽ പോയിന്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? യെല്ലോ കളറിലുള്ള ഒരു പോയിന്റ്, ബ്ലൂ കളറിലുള്ള മറ്റൊരു പോയിന്റ്, അതുപോലെ റെഡ് കളറിലുള്ള തേർഡ് പോയിന്റ്. ഓക്കെ ആണല്ലോ? അങ്ങനെ നമ്മൾ എന്താണ് പോയിന്റ് എന്ന് മനസ്സിലാക്കി. ഇനി അടുത്തതായിട്ട് ഒരു പോയിന്റിന് എങ്ങനെ പേര് നൽകാം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു പോയിന്റിന് എങ്ങനെ നെയിം ചെയ്യാം. ഓക്കെ, ഒരു പോയിന്റിന് നമ്മൾ പേര് നൽകുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു പോയിന്റിന് നമ്മൾ പേര് നൽകുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് പോയിന്റ്സിന് നമ്മൾ പേര് നൽകുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഫസ്റ്റ് അടയാളപ്പെടുത്തിയ യെല്ലോ കളറിലുള്ള ഈ ഒരു പോയിന്റിനെ ഞാൻ എ എന്ന് വിളിക്കുന്നു. ക്യാപിറ്റൽ എ. ഓക്കെ, എ എന്നാണ് ഈ ഒരു പോയിന്റിൻ്റെ നെയിം. പോയിന്റ് എ എന്നാണ് ഈ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ബ്ലൂ കളറിലുള്ള ഈ ഒരു പോയിന്റിനെ ഞാൻ പി എന്ന് വിളിക്കുന്നു. ക്യാപിറ്റൽ പി. പി എന്നാണ് ഈ ഒരു പോയിന്റിൻ്റെ പേര്. പോയിന്റ് പി ആണ് ഇത്. ബ്ലൂ കളറിലുള്ള പോയിന്റിൻ്റെ പേരെന്താണ്? പി. ഇനി അവസാനമായിട്ട് റെഡ് കളറിലുള്ള ഈ ഒരു പോയിന്റിന് ഞാൻ നൽകുന്ന പേരാണ് എം. എന്താണ് പേര്? എം എന്നാണ് റെഡ് കളറിലുള്ള പോയിന്റിന് പേര് നൽകിയിരിക്കുന്നത്. പോയിന്റ് എം എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെ നമ്മൾ പോയിന്റ്സിന് എങ്ങനെ പേര് നൽകാം എന്നും പഠിച്ചു. പോയിന്റ്സിന് പേര് നൽകുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല, അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ് ലൈൻ എന്ന് പഠിക്കാം. ലൈനിനെ കുറിച്ച് പറയുവാനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. നോക്കൂ, ഇതാണ് ഞാൻ വരച്ചിരിക്കുന്ന ലൈൻ. ഒരു ലൈനിനെ കുറിച്ച് ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്: ഒരുപാട് പോയിന്റ്സ് ചേർന്നിട്ടാണ് ഒരു ലൈന് ഉണ്ടാകുന്നത്. എന്താണ്? ഒരുപാട് പോയിന്റ്സുകൾ ചേർന്നിട്ടാണ് ഒരു ലൈന് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെയും പറയാം: ഒരു ലൈനിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. എന്താണ്? ഒരു ലൈനിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് എന്ന് പറയും. ഓക്കെ, ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഒരു ലൈനിന് എങ്ങനെ പേര് നൽകാം എന്നതാണ്. ഒരു ലൈനിന് നമ്മൾ പേര് നൽകുന്നത് ആ ലൈനിൻ്റെ എഡ്ജിലുള്ള 2 പോയിന്റ്സിന് പേര് നൽകിക്കൊണ്ടാണ്. ആ ലൈനിൻ്റെ എഡ്ജിലുള്ള 2 പോയിന്റ്സിന്, അഥവാ അറ്റത്തുള്ള 2 പോയിന്റ്സിന് പേര് നൽകിക്കൊണ്ടാണ് ആ ലൈനിന് നമ്മൾ പേര് ഇടുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ലൈനിൻ്റെ എഡ്ജിലുള്ള പോയിന്റ്സ് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നു. അറ്റങ്ങളിലുള്ള 2 പോയിന്റ്സ് യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ലെഫ്റ്റ് എഡ്ജിലുള്ള പോയിന്റിനെ ഞാൻ എ എന്നും റൈറ്റ് എഡ്ജിലുള്ള പോയിന്റിനെ ബി എന്നും വിളിക്കുന്നു. ലെഫ്റ്റ് എഡ്ജിലുള്ള പോയിന്റിനെ എ എന്നും റൈറ്റ് എഡ്ജിലുള്ള പോയിന്റിനെ ബി എന്നും വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിൻ്റെ പേരെന്ന് പറയുന്നത് എ ബി എന്നായിരിക്കും. ഈ ലൈനിൻ്റെ പേരെന്തായിരിക്കും? എ ബി എന്നാണ് ഈ ഒരു ലൈനിൻ്റെ പേര്. എങ്ങനെയാണ് ലൈനിന് പേരിട്ടത് എന്ന് പിടികിട്ടിയോ? ലൈനിൻ്റെ എഡ്ജസിലുള്ള പോയിന്റ്സിന് പേര് നൽകിക്കൊണ്ടാണ് ലൈനിന് നമ്മൾ പേരിടുന്നത്. ഇവിടെ ലൈനിൻ്റെ എഡ്ജസിലുള്ള പോയിന്റ്സിൻ്റെ പേര് എ എന്നും
ബി എന്നും ആണ്. സോ ഈ ലൈനിൻ്റെ പേര് എ ബി എന്നാണ്. എ ബി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലൈനിനെ വേണമെങ്കിൽ ബി എ എന്നും വിളിക്കാം. ബി എ എന്നും ഈ ലൈനിനെ വിളിക്കാം. പക്ഷേ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എ കഴിഞ്ഞിട്ടാണ് ബി വരുന്നത് അല്ലേ. സോ എ ബി എന്ന് വിളിക്കുന്നതായിരിക്കും സൗകര്യം. അതുകൊണ്ട് നമുക്കിതിനെ എ ബി എന്ന് തന്നെ എഴുതാം. മനസ്സിലായല്ലോ. സോ എ ബി എന്ന ലൈനാണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ മറ്റൊരു ലൈൻ വരയ്ക്കുന്നു. നോക്കൂ, ഇവിടെ ഞാൻ രണ്ടാമതായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ഒരു ലൈനിനെ നമുക്കിങ്ങനെ പേരിടാം. അതിൻ്റെ എഡ്ജസിലുള്ള പോയിൻറ്റ്സിന് പേര് നൽകിക്കൊണ്ട് ഈ ലൈനിന് നമുക്ക് പേര് കൊടുക്കാം അല്ലേ. എഡ്ജസിലുള്ള പോയിൻറ്റ്സ് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നു. ഗ്രീൻ കളറിൽ എഡ്ജസിലുള്ള പോയിൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ലെഫ്റ്റ് എഡ്ജിലുള്ള പോയിൻറ്റിനെ ഞാൻ പി എന്ന് വിളിക്കുന്നു, ക്യാപിറ്റൽ പി. അതുപോലെ റൈറ്റ് എഡ്ജിലുള്ള പോയിൻറ്റിനെ ഞാൻ ക്യൂ എന്ന് വിളിക്കുന്നു, ക്യാപിറ്റൽ ക്യൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ പേരെന്തായിരിക്കും? പി ക്യൂ എന്നായിരിക്കും അല്ലേ. പി ക്യൂ എന്നായിരിക്കും ഈ ഒരു ലൈനിൻ്റെ പേര്. ലൈൻ പി ക്യൂ ആണ് ഇത്. മനസ്സിലായോ? കാരണം ഈ ലൈനിൻ്റെ എഡ്ജസിലുള്ള പോയിൻറ്റ്സ് പിയും ക്യൂവും ആണ്. സോ പി ക്യൂ എന്നായിരിക്കും ഈ ലൈനിൻ്റെ പേര്. ഓക്കെ ആണല്ലോ. എന്താണ് ലൈനെന്നും ലൈനിന് എങ്ങനെ പേര് നൽകാം എന്നുമൊക്കെ പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകാം.